പ്രിയമുള്ളവരെ കേൾക്കുക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു ചെരുപ്പ് നഷ്ടമായാൽ ചെരുപ്പ് വാങ്ങുവാൻ കഴിയും. വാച്ച് നഷ്ടമായാൽ വാച്ച് വാങ്ങാൻ കഴിയും. ഫോൺ നഷ്ടമായാൽ ഫോൺ വാങ്ങുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനം നഷ്ടമായാൽ നിങ്ങൾക്കത് വാങ്ങുവാൻ കഴിയും. എന്നാൽ സമാധാനം എന്നത് ഈ ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുന്നതായ ഒരു കാര്യമല്ല എന്നത് ഓർക്കുക. എത്ര വലിയ സൂപ്പർ മാർക്കറ്റാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ സമാധാനം വിൽക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ശാന്തി വിൽക്കപ്പെടും, ഇവിടെ സ്വസ്ഥത വിൽക്കപ്പെടും, ഇവിടെ ദയയും പരോപകാരവുമൊക്കെ വിൽക്കപ്പെടും എന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന അത്ഭുതകരമായ ഐശ്വര്യമാണ്. ഈ അത്ഭുതകരമായ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ കായ്ക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അവൻ ക്രൂശിൽ മരിച്ചതുകൊണ്ട്, എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് സമാധാനം ലഭിച്ചു. ഇത് വളരെ വിലയേറിയതാണ്. സന്തോഷവും സമാധാനവും ദയയും ദീർഘക്ഷമയും പരോപകാരവും ഇന്ദ്രിയജയവും സൗമ്യതയും വിശ്വസ്തതയും ഇവയെല്ലാം വളരെ വിലയേറിയതാണ്. അത് കർത്താവിന് മാത്രമേ നൽകുവാൻ കഴിയൂ. ഈ വിഷയം നിനക്ക് മാത്രമല്ല, പിശാചിനും അറിയാം. അതുകൊണ്ട് വളരെ വിലപിടിപ്പുള്ളത്, ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നതുമായ ഈ ശാന്തിയും സമാധാനവും നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കാതിരിക്കാനാണ് പിശാച് നോക്കുന്നത്. എന്നാൽ നിന്റെ വിവേകമില്ലായ്മ കാരണം, നിന്റെ മൂഢത കാരണം, നിന്റെ മുൻകോപം കാരണം ഇത് നഷ്ടമാക്കുന്നത് എത്ര കഷ്ടമാണ്. ചില ആളുകളെ പോലെ മുൻപ് പറഞ്ഞതുപോലെ അവർക്ക് മുൻകോപം ഉണ്ടാകുന്ന സമയത്ത് അവർ ആ സമയത്ത് എന്തു ചെയ്യുന്നുവെന്ന് അറിയുവാൻ കഴിയുകയില്ല. അവർ വായിൽ വരുന്നതെന്തും വിളിച്ചു പറയുവാനിടയാകും. അതുപോലെ മറ്റു ചിലരുടെ സ്വഭാവം ഇതാണ്. ദേഷ്യം വന്നാൽ പിന്നെ കയ്യിൽ കിട്ടുന്നതെല്ലാം അവർ വലിച്ചെറിയും. അവരുടെ ഉള്ളിൽ കോപം നിറയുന്നതായ സമയത്ത് മറ്റുള്ള വ്യക്തികളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിക്കുക, തകർക്കുക എന്നതാണ് ഈ വ്യക്തിക്കുള്ളതായ സ്വഭാവം. ഒരു വ്യക്തി കോപിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എബ്രഹാം ലിങ്കൺ വളരെ ശ്രേഷ്ഠകരമായ ഒരു വിദ്യ പരീക്ഷിച്ചിരുന്നു. ആരെങ്കിലും കോപിക്കുന്നതായ അല്ലെങ്കിൽ തനിക്ക് കോപം ഉണ്ടാകുന്ന സമയത്ത് 1 മുതൽ 100 വരെ അദ്ദേഹം എണ്ണുക പതിവായിരുന്നു. ആരെങ്കിലും കോപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 10, 15, 20, 30, 50, 60, 70, 80. എന്താണ് പിന്നെ സംസാരിക്കാത്തത്? 81, 82, 83, 84, 85. എന്താണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്? 90, 95, 99, 100. ഇയാളെ വഴക്ക് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല, എന്തു ചെയ്താലും ഒരു പ്രയോജനമില്ല, മിണ്ടാതെ ഇരിക്കുമെന്ന് പറയുമായിരുന്നു. ഇദ്ദേഹം ഇരുന്ന് തൻ്റെ ജോലി ചെയ്യുമായിരുന്നു. ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തി എന്താണ്? 1 പറഞ്ഞാൽ അതിന് പകരമായിട്ട് 2 നമ്മൾ തിരിച്ചു പറയും. അങ്ങനെ 1 പകരം 2 പറയുന്ന വ്യക്തിയാണെങ്കിൽ നീ യഥാർത്ഥമായ ഒരു ആത്മീയൻ അല്ല. രണ്ടാമത്തെ കാര്യം, എബ്രഹാം ലിങ്കൻ്റെ അടുക്കിലേക്ക് തൻ്റെ സ്നേഹിതൻ വന്ന് പറയുകയാണ്, അവൻ്റെ അന്ത്യം എനിക്ക് കാണണം, അവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അയാൾ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞെന്നറിയാമോ? ഇപ്പോൾ എന്തു ചെയ്യും? അവനെ കൈക്കെട്ടിയാൽ ഞാൻ അവനെ കൊന്നുകളയും. അത് ശരി, അവനെ കൈക്കെട്ടിയാൽ എങ്ങനെയാണ് കൊല്ലുന്നത്? അതെനിക്കൊന്ന് പേപ്പറിൽ എഴുതി തരൂ. അങ്ങനെ ഒരു പേപ്പറും കൊടുത്തു, കൂടി ഒരു പേനയും കൊടുത്തു. അതിലെഴുതുകയാണ്, അവൻ എൻ്റെ കൈ കിട്ടിയാൽ അവനെ ഞാൻ അങ്ങനെ ചെയ്യും, അവനെ ഞാൻ ഇങ്ങനെ ചെയ്യും, അവനെ ഞാൻ കൊന്നു കൊലവിളിക്കും, അവനെ കഷണങ്ങളാക്കി ഞാൻ നുറുക്കിയിടും. എത്ര കഷ്ണമാക്കും? അതും കൂടി എഴുതിക്കോ. 100 കഷ്ണമാക്കി ഞാൻ അവനെ നുറുക്കും, അവനെ ഞാൻ ഇല്ലാതാക്കും. മൊത്തം എഴുതി വെച്ചു. എഴുതിയതിന് ശേഷം എബ്രഹാം ലിങ്കൻ്റെ കയ്യിലേക്ക് പേപ്പർ കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്? എബ്രഹാം ലിങ്കൺ ചോദിച്ചു. കോപമെല്ലാം തീർന്നുപോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് തീരുമാനിച്ചത്? എന്തു ചെയ്യാനാണ്? എടുത്തു വായിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അല്ല, അവനെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, അവനെ കഷ്ണം കഷ്ണമായി നുറുക്കുമെന്ന് പറഞ്ഞല്ലോ. കോപിച്ചുകൊണ്ട് ഇപ്പോഴെന്തു പറ്റി? ആ കോപമെല്ലാം ഞാൻ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നുവല്ലോ. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പേപ്പർ എന്ത് ചെയ്യാനാണ്? ശരി, ആ പേപ്പർ വലിച്ചു കീറി ചവറ്റുകുട്ടയിലിടുക. അങ്ങനെ തന്നെ ചെയ്തു.
അതുപോലെ തന്നെ പേപ്പർ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. ഇപ്പോഴെന്ത് ചെയ്യാനാണ് പോകുന്നത്? അയാൾ കാണുകയാണെങ്കിൽ സ്നേഹത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് സൂക്ഷിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പേപ്പറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുമായിരുന്നു. ഏതായാലും മനുഷ്യനല്ലേ, കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും, ഏതായാലും നമുക്ക് ക്ഷമിച്ചു കളയാം, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും. നിങ്ങളങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ ഭർത്താവിനോടുള്ള കോപം മുഴുവനും പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, പേപ്പറിൽ എഴുതി വയ്ക്കും, പക്ഷെ മാറ്റിവെക്കും. അയാൾ എങ്ങനെയെങ്കിലും അത് വായിക്കും, എന്നിട്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ കോപമെല്ലാം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു പേപ്പറിൽ വിശദമായി എഴുതി വെച്ച ശേഷം പേപ്പർ കീറിക്കളയണം. മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് കോപമുണ്ടാവുകയാണെങ്കിൽ കോപം അങ്ങനെ തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് അവൻ ശ്രമിക്കും. അത് വെളിപ്പെടുത്തുന്നതായ പ്രക്രിയയിൽ മനുഷ്യൻ്റെ മുഖത്തേക്ക് തന്നെ അത് കോപം വെളിപ്പെടുത്താൻ നോക്കും. അങ്ങനെ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഭോഷൻ തൻ്റെ കോപത്തെ വെളിപ്പെടുത്തുന്നു, എന്നാൽ ജ്ഞാനിയായവൻ അത് വെളിപ്പെടുത്താതെ അതിനെ അടക്കുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ അടക്കുന്നതായ പ്രക്രിയയിൽ ഒരു മാർഗം ഇതാണ്: നിന്റെ കോപത്തെ ഒരു പേപ്പറിൽ അതുപോലെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഒരു തവണ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സാധാരണ വ്യക്തിയായിട്ട് മടങ്ങിപ്പോകാൻ കഴിയുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ കോപത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമാധാനം കെടുത്തി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിച്ച് കളയരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് നിന്റെ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കോപത്തെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നോട്ടത്തെ കൺട്രോൾ ചെയ്യാൻ, ഞങ്ങളുടെ പ്രവൃത്തിയെ കൺട്രോൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു പട്ടം നൂൽ പൊട്ടിക്കഴിഞ്ഞാൽ എപ്രകാരമാണ് അതെവിടെയെങ്കിലും വീണ് കുടുങ്ങിപ്പോകുന്നത്, അതുപോലെ തന്നെ ഞങ്ങളുടെ കോപത്തെ ഞങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു നൂൽ പൊട്ടിയതായ പട്ടം എങ്ങനെയാണോ ഒരു മുള്ളിലോ ഏതെങ്കിലും ഒരു മരത്തിലോ കുടുങ്ങിക്കിടക്കുന്നത്, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതവും തകർന്നു പോകുവാനിടയാകും. കർത്താവെ, കോപത്തെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. കോപത്താൽ നിറയപ്പെടുന്നതായ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട ദൈവമേ. കോപം വെളിപ്പെടുത്തുന്ന ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം, അത് ഭോഷന്മാരുടെ സ്വഭാവമാണെന്ന്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ.